അടുത്തതായി ഈ ഒരു പദ്ധതിയുടെ മാനേജിംഗ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള നമ്മുടെ നീലകണ്ഠൻ നമ്പീശൻ, അതുപോലെ തന്നെ ബാദുഷാ എനം, അവർ രണ്ടുപേരെയും ലാൻഡ് ഫോർ ആ ഒരു ഹോപ്പാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ അതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അതായത് കൃത്യമായി 100% അർഹരായവരെ തിരഞ്ഞെടുത്ത് ഈ നമ്മുടെ നമ്മുടെ മാധ്യമങ്ങളുടെ മുന്നിൽ കൃത്യമായ രീതിയിൽ അതെങ്ങനെയാണ് അത് അവർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള ഉദ്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്പീശനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഇതേപോലത്തെ ഒരുപാട് ചാരിറ്റികൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും അതനുസരിച്ച് അദ്ദേഹത്തിന് കഴിയുന്നതനുസരിച്ച് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞതുകൊണ്ടാണ് ഇന്നത്തെ ഈ സായനത്തിൽ ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ മറ്റൊന്നും ആലോചിക്കില്ലാതെ ഇവിടെ വരാൻ സാധിച്ചത്. അവരുടെ ആ സന്ദേശത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം അതിനർഹരാകുന്നവർക്ക് മുൻകൂട്ടി ഞങ്ങളുടെ എല്ലാവിധ ഭാവവും നേരുന്നു. നമസ്കാരം. ബഹുമാനത്തോടു കൂടി തന്നെ ബാദുക്കയും നമ്പീശൻ ചേട്ടനെയുമാണ് ഞാൻ ക്ഷണിക്കുന്നത്. ഇരുവർക്കും ഈ ഒരു വേദിയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഒരു പൊന്നാട ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പദ്ധതിയുടെ ഭാഗമായി ഇവിടെ വരികയും ഒപ്പം തന്നെ ലോഗോ ലോഞ്ചിങ് നിർവഹിക്കുകയും ചെയ്ത സായ് കുമാരനും ബിന്ദു ചേച്ചിക്കും സ്നേഹത്തിന്റെ ഒരു പൊന്നാട ഇവിടെ നൽകുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കാട്ടോ. എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഹൃദയം നിറഞ്ഞ ഒരു കൈയടി ഈ ഒരു വേദിയിൽ നമുക്ക് നൽകാം. താങ്ക് യു വെരി മച്ച്. രണ്ടുപേർക്കും ഇനി തിരികെ സീറ്റിലേക്ക് ചെന്നിരിക്കാവുന്നതാണ്. ഒത്തിരി സന്തോഷവും ഒരുപാട് ബഹുമാനവും ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി തീർന്നു. എല്ലാവർക്കും നമസ്കാരം. ഗോപികയും ഞാനും ചേർന്ന് ലോഞ്ച് ചെയ്യേണ്ട ഒരു ഇവൻ്റാണിത്. ഇന്ന് ഗോപികയുടെ പുതിയ സിനിമയുടെ റിലീസ് ഓഗസ്റ്റ് 1 റിലീസ് ചെയ്യാനിരിക്കുന്ന സുമതി വളവിൻ്റെ ട്രെയിലർ ലോഞ്ച് ഇന്നിപ്പോൾ ലുലു മോളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒറ്റ കാരണത്തിലാണ് വരാൻ പറ്റാതിരുന്നത്. ഞാനതവിടെ ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ച് ഇങ്ങോട്ട് വന്നു. അതാണ് ഞാനിവിടെ കുറച്ച് ലേറ്റായത്. എന്തൊക്കെയോ അർജുന അശോകൻ, ബാലു വർഗീസ്, അങ്ങനെ കുറേ പേരുണ്ട്. ഒരു വലിയ സിനിമയാണ്. അപ്പം അവരെന്തോ ഡാൻസ് പരിപാടിയൊക്കെ അവിടെ സ്റ്റേജിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് വരാൻ പറ്റാതിരുന്നത്. ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ചേട്ടാ ഞാനും വരുന്നുണ്ടെന്ന് വരാൻ പറ്റില്ല, ഇവിടെയുള്ള ഉത്തരവാദിത്തം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഗോപികയും വരുമായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ബാദുക്ക എന്നെ കാണാൻ വന്ന് അദ്ദേഹം ഈ സംഭവം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്കൊരു വലിയ തിരിച്ചറിവായിരുന്നു. കാരണം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എടുത്തു ഇങ്ങനെ അർഹരായിട്ടുള്ളവർക്ക് നമ്മൾ 3 സെന്റ് സ്ഥലം കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതിന് വേണ്ടി ഒരു പദ്ധതിയാണ്. ശരി, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് അത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. ഇത്രയും സന്നാഹം അതിനു വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ട് വരുന്നത് കുറേ നേരം ഞാനിങ്ങനെ ആലോചിക്കും, അപ്പം എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ? അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് ഒരേ ഉത്തരം തിരിച്ചു വരുന്നു. നമ്മൾ അർഹരായിട്ടുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ ചിന്താഗതിയെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്താണ് ഒരു അസ്വാഭാവികത? അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഇത്രയും സമയമെടുത്ത് ഒരു വലിയ പദ്ധതിയാക്കി ഇതിൻ്റെ പിന്നാലെ പ്രവർത്തിച്ച് ഇതൊരു പ്രൊജക്റ്റാക്കി ഇതിന് ഒരു വിഷൻ കണ്ടെത്തി ഇതുപോലൊരു ഫംഗ്ഷൻ സംഘടിപ്പിച്ച്
അത് പ്രാവർത്തികമാക്കി എടുത്ത് അതിന്റെ ഉദ്ദേശത്തിലേക്ക് എത്തുന്നു. ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്യേണ്ട അത്ര തന്നെ എഫേർട്ടാണ് ഇവർ എല്ലാവരും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നിമിഷം എന്താണ് ഇതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ എന്തിന് എന്ന് ചിന്തിച്ചു പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധമാണ്. ഞാൻ പെട്ടെന്ന് ബാധിക്കാനോട് ചോദിച്ചു പറഞ്ഞു, ഞാനുണ്ട്, എന്തിനു വേണമെങ്കിലും ഞാനുണ്ട്, എന്താണ് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യുന്നത് ഞാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ ശീലങ്ങളുടെ ഭാഗമല്ല എന്നുള്ളത് സങ്കടകരമായിട്ടൊരു കാര്യമാണ്. കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ തന്നെ അതിന്റെ താളം കാണാൻ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ സമൂഹം, ഇതൊക്കെ നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എനിക്ക് പലപ്പോഴും കുട്ടിക്കാലത്ത് തോന്നിയിട്ടുണ്ട്, എൻവയോൺമെന്റൽ ഡേ ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഞാനൊരു മരം നടുന്നത്. അപ്പൊ എന്റെ ആൾക്കാർ കയ്യറും. ഈ എൻവയോൺമെന്റൽ ഡേന് മരം നട്ടിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ ഞങ്ങൾ മരം നട്ടു എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ പറയുമ്പോൾ ഇതൊരു എൻവയോൺമെന്റൽ ഡേന് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഈ മരം നടൽ. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ചു തുടങ്ങി, ഈ പറയുന്ന ആളുകൾ എൻവയോൺമെന്റൽ ഡേന് പോലും മരം നടന്നില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ തിരിച്ചറിവ് എനിക്കുണ്ടായത്. അതൊരു വലിയ തിരിച്ചറിവാണ്. കാരണം അങ്ങനെ ഒരു ദിവസം ഉണ്ടായതുകൊണ്ട് ആ ദിവസം മാത്രമാണ് പ്രകൃതിയോട് സ്നേഹം എന്ന് പറഞ്ഞ് കളിയാക്കുന്നവർക്ക് ആ ദിവസം പോലും അവർ അത് ചെയ്യുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായപ്പോഴാണ് ചില സമയത്ത് ഇതുപോലെയുള്ള ആളുകൾ, ഇതുപോലെയുള്ള പ്രൊജക്റ്റുകൾ, അതാണ് നമ്മളെ സമൂഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായി. അതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ നോക്കുമ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മാതൃകാപരമാണ്. അത് ഗംഭീര ഇൻസ്പിറേഷനാണ്. അവരെല്ലാവരും ഒരു ഗംഭീര കയ്യടിയെ അർഹിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇതൊരു കയ്യടിയിൽ മാത്രം നിൽക്കേണ്ടതല്ല, നമ്മൾ ഒരുമിച്ച് ഇവരുടെ ഒപ്പം യാത്ര ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ പഠിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണ് എപ്പോഴും. സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഒരു സംഭവത്തെ നമ്മുടെ ഭാഗമാക്കുമ്പോഴാണല്ലോ നമുക്ക് സ്നേഹം വരിക. നമ്മുടെ വീടിനോട് നമുക്ക് ഇഷ്ടം വരിക, അത് എൻ്റെ വീടാണ് തോന്നുമ്പോഴാണ്. അച്ഛനോട് അമ്മയോട് ഇഷ്ടം വരുന്നത് അത് എൻ്റെ അച്ഛനും അമ്മയായതുകൊണ്ടാണ്. ഭാര്യയോട് ഇഷ്ടം വരുന്നത് എൻ്റെ ഭാര്യയല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഭാഗമാണ് എന്ന് തോന്നുമ്പോഴാണ് എനിക്ക് അതിനോട് സ്നേഹം തോന്നുന്നത്, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തോന്നുന്നത്. ഈ സമൂഹം എൻ്റെയാണ്, ഈ ആളുകളൊക്കെ എൻ്റെയാണ് എന്നുള്ള വലിയ ഒരു തിരിച്ചറിവിലേക്ക്, ആ ഒരു വലിയ തത്വത്തിലേക്ക് എളുപ്പമല്ല യാത്ര ചെയ്യാൻ, പ്രാക്ടിക്കലല്ല. പക്ഷെ ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നമ്മുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളും അത്തരം യാത്രകളുടെ ഭാഗമാകുമ്പോൾ അത് സംഭവിക്കുന്നു. ഇങ്ങനൊരു മനോഹരമായിട്ടുള്ളൊരു പ്രൊജക്ടിന്റെ ഭാഗമാവാൻ വേണ്ടി ഞങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത് ഒരുപാട് സന്തോഷം. ഇതുപോലൊരു അവസരം ഇങ്ങനൊരു പ്രൊജക്ടിന്റെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു യാത്രയോടൊപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണ ശക്തിയോടുകൂടി ഞങ്ങളുണ്ട്. എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി. ഇതിന്റെ ഭാഗമായിട്ട് ഇനി ഭാവിയിലും ഈ ഒരു ചടങ്ങിൽ മാത്രമല്ല, ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ കൂടെയുണ്ട്. താങ്ക് യു സോ മച്ച്. എന്ന് പറയുന്നത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നാണ്. അടിസ്ഥാനമായിട്ടുള്ളൊരു വസ്ത്രം വാങ്ങുമ്പോൾ വേറെ ആൾക്ക് അടിസ്ഥാനമായിട്ടുള്ളൊരു പാർപ്പിടം കിട്ടുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ചിന്ത തന്നെയാണ്. എന്തായാലും അതിന്റെ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ജീപു ചേട്ടൻ ഇത്രയധികം സീരിയസ് റിപ്പോർട്ടർ ചാനലിനെ പറ്റി പറഞ്ഞ രണ്ടുപേർക്ക് നന്ദി. അപ്പോൾ ഈ ഒരു സംരംഭവുമായിട്ട് ബാദുഷ നമ്മുടെ ഓഫീസിൽ വന്നപ്പോൾ ഞാൻ കോഴിക്കോടായിരുന്നു. പക്ഷേ MD ആൻഡ്രസറെ കണ്ടു, സംസാരിച്ചപ്പോൾ ഒരു മടിയുമില്ലാതെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഉത്തരം കൊടുത്തു. റിപ്പോർട്ടർ ചാനൽ ഈ നല്ല സംരംഭത്തിന് കൂടെ നിൽക്കുമെന്ന് ഒരു സംശയമില്ലാതെ നമ്മൾ പറഞ്ഞു. സോ രണ്ടുപേരും രാഹുൽ ചേട്ടന്റെ വീഡിയോസിലൂടെയൊക്കെ ഞങ്ങള് ആ മനോഹരമായ ശബ്ദം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചേട്ടനിൽ തന്നെ തുടങ്ങാം അല്ലേ? രണ്ടുപേരും എന്തായാലും ആശംസ പറയണം, പക്ഷെ ചേട്ടനിൽ നിന്ന് തുടങ്ങാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. നമസ്കാരം എല്ലാവർക്കും. പറയുന്ന എല്ലാവർക്കും നമസ്കാരം. ബാധുക്കയാണോ വിളിക്കുന്നത്? എല്ലാവരെയും വിളിച്ചതുപോലെ ബാധുക്കയാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കേട്ടപ്പോൾ തന്നെ ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്. അതായത് വസ്ത്രം നൽകി പാർപ്പിടം നൽകുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക, ഒരുപാട് നമ്മളിപ്പം കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നത് ഈ പറഞ്ഞ പോലെ കയറി കിടക്കാൻ ഒരു കൂരയില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പ്രോജക്റ്റ് വരിക, അതിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു രീതിയിലൊരു പ്രോജക്റ്റ് വരിക എന്ന് പറയുന്നത്, അതിലൊരു ഭാഗമാവാൻ കഴിയുന്നത്, ചെറുതാണെങ്കിൽ പോലും ഒരു ഭാഗമാവാൻ കഴിയുന്നത് വളരെ വലിയൊരു കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ലാൻഡ് ഹോപ്പിന് ഞങ്ങൾ എല്ലാവിധ ആശംസകളും, വലിയൊരു സക്സസ് ആവട്ടെ. എല്ലാവരും അതിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് സാരികൾ മേടിച്ച് ഒരുപാട് വീടുകൾ
പണിത് നൽകാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചു കൊള്ളുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. പെട്ടെന്ന് നിർത്താൻ വേണ്ടി പെട്ടെന്ന് മൈക്കെടുത്ത് നമസ്കാരം എല്ലാവർക്കും. ലാൻഡ് ഫോർ സ്കോപ്പ് അല്ല, പക്ഷെ അതൊരു സ്കോപ്പാണ്. ഓഫ് കോഴ്സ് ഒരുപാട് ഹോപ്പ് ഉണ്ടാവും. അതായത് വീടില്ലാത്ത ആൾക്കാർക്ക് ഒരു ഹോപ്പാണിത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് ഞങ്ങളുടെ രണ്ടുപേരുടെയും സൈഡിൽ നിന്ന്. തീർച്ചയായിട്ടും എനിക്കും ഒരു സാരി നന്ദു മേടിച്ചിരുന്നായിരിക്കും. അതെ, അങ്ങനെ തന്നെ ഞാനും സന്തോഷമായിട്ട് അതിൻ്റെ ഒരു പാർട്ടാവുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച് ശ്രീവിദ്യ. ഹായ്, നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം വീടൊക്കെ വെച്ചതേ ഉള്ളൂ. അപ്പം സ്ഥലം വാങ്ങിച്ചതിൻ്റെയും വീട് വെച്ചതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കുറേ അധികം അനുഭവിച്ച ആളാണ്. അപ്പം ഇതുപോലെ അർഹരായ ആളുകളുടെ അടുത്തേക്ക് സ്ഥലം എത്തുകയാണെങ്കിൽ അത് ഒത്തിരി അഭിമാനിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വേദി നിൽക്കാൻ, ഈ പരിപാടിയുടെ ഭാഗമായിട്ടൊക്കെ സംസാരിക്കാൻ സാധിച്ചത്. അപ്പോൾ ഉറപ്പായിട്ടും ബാദുഷായ്ക്കാർക്കും ഇവിടെ സംഘാടകർക്കൊക്കെ തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും കുറേയധികം പ്രൊജക്റ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ അല്ലേ. പ്രത്യേകിച്ച് ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയമാണ്. അപ്പം അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും എല്ലാവിധ ആശംസകളും. ഒരു സ്വപ്നമാണ് എല്ലാവർക്കും, നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമല്ലേ. ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാവർക്കും ഒരു വീട് എൻ്റെയും സ്വപ്നമാണ്. ഞാനും അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാദുഷ പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു. ഞാൻ പേടിച്ചു പോയി, എന്നോട് പറഞ്ഞില്ല സ്റ്റേജിൽ പറഞ്ഞോന്ന് ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് സത്യം എനിക്ക് പറയ്ക്കുന്നത് കലങ്കയായി പോയി. അവിടെ ചക്കരകളെ ഒരു യൂട്യൂബർ കൂടിയാണ്, അതുകൊണ്ടാണ് ഈ എൻ്റെ ചക്രകളെ എന്നൊക്കെ ഇടയ്ക്ക് സംസാരിക്കുന്നത്. പറഞ്ഞോ, ധൈര്യം. ഞങ്ങൾക്ക് ഇവിടെ സിംഗിൾ ബോബൻ നല്ലൊരു അഭിനേത്രിയും കൂടിയാണ്. പക്ഷെ ഇവിടെ നിന്ന് കണ്ടുമ്പോൾ ഞങ്ങൾക്ക് ബിന്ദു ചേച്ചിയുടെ എക്സ്പ്രഷനൊക്കെയാണ് ഓർമ്മ വരുന്നത്. ബിന്ദു ചേച്ചി അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് കൂടി ഇരിക്കുക. അപ്പൊ അത് ബാക്കി കണ്ടിന്യൂ ചെയ്തോ. ഭയങ്കര സന്തോഷമായിട്ടോ സായിച്ചേട്ടോ അമ്മയോടെ പറയാൻ എല്ലാവരോടും കേട്ടോ നന്ദി. എല്ലാവരും വീഡിയോയിൽ അല്ലെ എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാവരിലേക്ക് എത്തിച്ച് ഒരുപാട് പാവങ്ങൾക്ക് വീടില്ലാതെ സ്ഥലമില്ലാതെയൊക്കെ ഉണ്ടല്ലോ. ഞാൻ എനിക്ക് യൂട്യൂബ് നടക്കുന്ന സ്ത്രീകളാണ് എൻ്റെ കൂടെയുള്ള അതിൽ. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ഓരോരുത്തരും കഷ്ടങ്ങളൊക്കെ പറയുന്നത് കേൾക്കാം. എനിക്കിങ്ങനെ കുറേ പേര് ഇതിലേക്ക് എത്തിക്കാൻ പറ്റുമല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും സമർപ്പിക്കുകയാണ് എൻ്റെ ഗുരുവായൂരപ്പ ഗണപതി ഭഗവാനെ. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പങ്കെടുക്കുന്നത്. ഫസ്റ്റ് ടൈം ഇതിൽ ഇൻവൈറ്റ് ചെയ്ത ബാദുക്ക് ഞാൻ വലിയൊരു താങ്ക്സ്. പിന്നെ ഇങ്ങനെയൊരു സംരംഭം എന്ന് കേട്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുക. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന പോലും എല്ലാവരും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ് പാർപ്പിടം. അപ്പോൾ അതിന് ഇല്ലാത്തവർക്ക് ഇതേപോലുള്ള ആളുകൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസുമായിട്ട് വരുമ്പോൾ നമ്മൾ പോലുള്ളവർ ഒത്തിരി സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ഇവിടെ നിൽക്കുന്നത്. എനിക്ക് താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ പിന്നണി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഈ ഒരു സംരംഭം വലിയൊരു സക്സസ്ഫുൾ ആയി തീരട്ടെ ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. എന്തായാലും ഈ ഒരു വലിയ പദ്ധതിയിലേക്ക് ഒരു കയറി വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എന്തായാലും ഒരു വീട് മുഴുവനായിട്ട് ഒറ്റയ്ക്ക് ഇതുവരെ നമ്മൾ വെച്ചു കൊടുത്തിട്ടില്ല, അതിന് നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ സാരി മേടിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കും. പിന്നെ ഇതൊക്കെ ഒരു 2-3 സാരി ഞാൻ മേടിച്ചു തരുന്നതായിരിക്കും. ബാദുക്ക എന്തായാലും ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ എനിക്ക് ബാദുക്കോട് അത്ര വലിയ അഭിപ്രായമില്ല. കാര്യം കഴിഞ്ഞ ദിവസം ഒരു സീരിയലിൽ എന്നെ എൻ്റെ കെട്ടിയോളം അടിച്ചു മാറ്റി. പിന്നെ എനിക്ക് ആകെയുള്ളൊരു പ്രതീക്ഷ പുള്ളി അടുത്ത ആഴ്ച 2-3 ആഴ്ച കഴിയുമ്പോൾ ദുബായിക്ക് പോകുന്നു. അതാണ് എൻ്റെ പ്രതീക്ഷ. മഴ തോരും മുമ്പേ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ സീരിയലിലെ കാര്യമാണ് പറഞ്ഞത്. സോ എനിക്ക് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഈ പരിപാടി വിജയകരമായിട്ട് തീരട്ടെ. സാരി മേടിക്കാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായി. അപ്പോൾ കുറേ സാരി എനിക്ക് മേടിച്ചു കൊടുത്തേക്കാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമസ്കാരം. വീട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മറ്റ് ഏത് ഒരു ആൾക്കാരെക്കാളും മലയാളികൾക്ക് ഒരു സ്വപ്നമാണ്. ഒരു വീട് വെക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ വീട് ഇല്ലാത്തവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള ഇത്തരത്തിലൊരു മുൻപോട്ടേക്ക് വന്ന ഒരു ചിന്ത അത് ഭയങ്കര വലുതാണ്. എന്തായാലും ഈ ഒരു ലാൻഡ് ഫോർ ഹോപ്പിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഏറ്റവും സ്നേഹത്തോടെ. താങ്ക് യു വെരി മച്ച്. നമസ്കാരം. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീട്, സ്വന്തമായിട്ട് ഒരു ഭൂമി, വീട്. ആൻഡ് മോർ ഓവർ ഇറ്റ്സ് എ റൈറ്റ്. എവ്രി വൺ ഡിസേർവ്സ് എ ഹൗസ്.
അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയാണ് ലാൻഡ് ഫോർ ഹോപ്പ്. അങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് എല്ലാവരും എടുത്തതിൽ ഒരുപാട് കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഭാഗമായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ഹോപ്പ് എവരി വൺ ബൈസ് എ സാരി. താങ്ക് യു. താങ്ക് യു. വഴി സാരിയെ കൊടുത്ത് കണ്ടിട്ടുണ്ട്. ഒപ്പം ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല ഇവിടെ വരുന്നത്. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പരിപാടിക്ക് എൻ്റെ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. താങ്ക് യു പ്രതിക്കുട്ടി, താങ്ക് യു വെരി മച്ച്. അപ്പോൾ പ്രതിക്കുട്ടിക്ക് മാത്രമല്ല നമ്മളുടെ ചേച്ചിക്കും സാരിയൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോകണം കേട്ടോ. നമസ്കാരം പ്രിയ ചങ്കുകളെ. ഈ ഒരു വേദി എന്നെ സംബന്ധിച്ച് ഏറ്റവും സുദിനമായൊരു ദിവസമാണ്, സുദിനമായൊരു വേദിയാണ്. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ, നമ്മളെ സായിച്ചേട്ടനും ബന്ധു ചേച്ചി, ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന 2 പ്രതിഭകളാണ്. കാണാൻ പറ്റി, വലിയ സന്തോഷം. അതുപോലെ തന്നെ GP, ഞങ്ങളൊരു പരിപാടി ഉണ്ടായിരുന്നു GP ആങ്കറായിട്ടുള്ള, അതിനും പങ്കെടുക്കാൻ പറ്റി. GP രണ്ടാമതും കാണാൻ പറ്റി. നാദിറ, ബാക്കി എല്ലാ സുഹൃത്തുക്കളും എല്ലാവരെയും ഞാൻ കാണാൻ പറ്റി. സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മളെ വീഡിയോസ് നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ മറ്റുള്ള ആൾക്കാരുടെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. ആ കാണുന്ന കുറേ മുഖങ്ങൾ ഇവിടെ കാണാൻ പറ്റി. ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൽ സീനിയർ സൂപ്രണ്ടായി വർക്ക് ചെയ്യാണ്. ജോലി, സിനിമ, സോഷ്യൽ മീഡിയ, ഇത് മൂന്നും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ പോകുന്ന ആളാണ്. ജോലി സമയത്ത് അവിടെ വിഷയം വരാൻ പാടില്ല, സോഷ്യൽ മീഡിയ വിഷയം വരാൻ പാടില്ല, സിനിമ കഥാപാത്രം കിട്ടിയ വേഗം പോകണം. അങ്ങനെ ഒരു തപ്പിക്കളിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ എനിക്കുള്ളത്. അങ്ങനെ ഞായറാഴ്ച ഒരു ദിവസം വീട്ടിലേക്ക് ഇരിക്കാൻ വൈഫ് പറഞ്ഞു, ഞായറാഴ്ച ദിവസം ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പെട്ടെന്ന് ചേച്ചി വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ് മഞ്ജു ചേച്ചി വിളിച്ചാൽ ഞാൻ പോകും, ബാദുക്ക വിളിച്ചാൽ പോകും. അങ്ങനെ അതും ഈ ഒരു ലാൻഡ് ഫോർ ഹോപ്പ്, ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ നമ്മളൊരു ഉത്തരവാദിത്തമാണ്, നമ്മളൊരു കർത്തവ്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വന്നു, പങ്കെടുക്കാൻ പറ്റി. നാളെ രാവിലെ തന്നെ കോഴിക്കോട് പോകും. അവിടെ പോയി KSEBയിൽ രാവിലെ എത്തിയില്ലെങ്കിൽ വേറെ വിഷയങ്ങൾ വരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ സ്വന്തമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ സ്വന്തമായി വീടുണ്ടാക്കണം. എന്നാലും മറ്റുള്ള ആളുകൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ഭാഗമാക്കാം. ഏറ്റവും വലിയൊരു പുണ്യമാണ് നമുക്ക് കിട്ടാനുള്ള ജീവിതത്തിൽ. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ചേച്ചി വിളിക്കുമ്പോൾ തന്നെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത്. നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയത്. അപ്പം സുഹൃത്തുക്കളെ, എല്ലാവരും ഇതിൽ ഭാഗമാക്കുക, ഞാനും ഇതിൽ ഭാഗമാക്കുക എന്തായിരിക്കും. അപ്പം വേറൊന്നും ഈ വൈകിയ വഴിയെ പറയില്ല. അപ്പം എൻ്റെ നിറഞ്ഞ സന്തോഷത്തോടെ പൊളിക്കുക ചങ്കുകളെ പൊളിച്ചെടുക്കുക. താങ്ക് യു. അപ്പം താങ്ക് യു പറയുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ബാദുഷ തന്നെയാണ്. നമുക്കറിയാം, കോവിഡ് കാലത്തെല്ലാം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ കോവിഡ് കാലത്ത് ചെയ്തതായിട്ട് നമുക്കറിയാം. അപ്പോൾ ബാദുഷ ഉള്ള ഈ സംരംഭം, അതും ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ റിപ്പോർട്ടർ TV വന്നിട്ട് ഇപ്പോൾ ഒരു 100 പേർക്കുള്ള ഭൂമി കൊടുക്കുക എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ്. നമ്മളെല്ലാവരും കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒപ്പുണ്ടാവും. നമ്പിശേട്ടും ബാക്കി ഇതിലുള്ള എല്ലാവർക്കും എൻ്റെ ഈ സംരംഭത്തിലേക്കുള്ള എൻ്റെ നന്ദി കൂടി ഞാൻ പറയുന്നു. നിങ്ങളിങ്ങനെ ഒരു ചടങ്ങ് സ്വാഗതം അല്ലെങ്കിൽ ഇങ്ങനെ ആശംസ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്നെക്കാളും ഒരുപാട് വലിയ സീനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട്. ആദ്യം തന്നെ ഞാൻ എന്നെ പറയാം, ഞാൻ കിച്ചു KL പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നടന്നൊരു വ്യക്തിയാണ്. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പ്രാങ്ക് എന്ന് വെച്ചാൽ കുറച്ച് തല്ലുള്ളുന്ന പരിപാടിയാണ്. തല്ലുകൊണ്ട് റോഡിൽ കിടന്നു കഴിഞ്ഞാൽ എന്ത് വേണം? എടുത്തോണ്ട് പോയി കിടത്താൻ ഒരു വീട് വേണ്ടേ? അങ്ങനെ എനിക്കൊരു വീടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മെയിൻലി ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം തന്നൊരു കാര്യം, എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ ചാണ തെളിച്ച് തറയിലാണ് കിടക്കുന്നത്, ഓല മേഞ്ഞ വീട്ടിലാണ് കിടന്നത്. അന്ന് ഇത് കണക്ക് നമ്മുടെ ഈ പറയുന്ന പ്രൊജക്റ്റ് കണക്ക് ലാൻഡ് ഫോർ ഹോപ്പ് കണക്ക് ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവരങ്ങനെ കിടക്കേണ്ടി വരത്തില്ലായിരുന്നു. മെയിൻലി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വീട് വെക്കാൻ 5 to 10 ലക്ഷം രൂപ ചിലവാകുന്ന ഒരു സ്ഥലത്ത് വെറും 3000 രൂപയ്ക്ക് ഒരു സാരി വാങ്ങി നമുക്കിങ്ങനെ ഒരു സഹായം ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്തിരിക്കണം. അങ്ങനെ ഒരു സംഭവം ചെയ്തായിരുന്നെങ്കിൽ ആക്ച്വലി എൻ്റെ അമ്മ അങ്ങനെ കിടക്കേണ്ടി വരത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇത്രയും നല്ലൊരു പ്രൊജക്റ്റ് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാര്യം നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ്, നമ്മൾ കലാകാരന്മാർ, നമ്മളെയാണ് ജനങ്ങൾ കാണുന്നത്, നമ്മൾ പറയുന്ന അവർ വിശ്വസിക്കും. അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രൊജക്റ്റ് വലുതാവും. അതും വേറെ തുച്ഛമായ 3000 രൂപ, ജസ്റ്റ് ഒരു 3000 രൂപയ്ക്ക് ഒരു സാരി വാങ്ങി നമ്മൾ ചെയ്തു കൊടുത്താൽ തന്നെ
നല്ല രീതിയിൽ ഈ ഒരു പ്രൊജക്റ്റ് വിജയിക്കും. ഒരുപാട് പേർക്ക് വീടാവും. നമ്മളെല്ലാവർക്കും ഇത് നല്ലൊരു വിജയ പ്രൊജക്റ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നത്. താങ്ക് യു. ഇരിക്കേണ്ട ആവശ്യമില്ല, നേരെ സ്റ്റേജിലേക്ക് പോന്നോളൂ. ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ ആണ്. ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ ഗോപിക അനിലിനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരുപാട് നല്ല നല്ല സിനിമകൾ നമ്മൾക്ക് പ്രേക്ഷകർക്ക് സമ്മാനിച്ച അഭിലാഷ് പിള്ള അദ്ദേഹവും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ അദ്ദേഹത്തെയും ഈ ഒരു ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഞാൻ വേദിയിലേക്ക് നമ്മളുടെ ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ GP ചേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ഗോപിക ചേച്ചി ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് യു ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ കേട്ടോ, ഭയങ്കര സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഒരു അംബാസഡർ കൂടെയാണ് നമ്മളുടെ ഈ ഒരു പദ്ധതിയുടെ. എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനായിട്ടുള്ളത്? എനിക്ക് ഇന്നൊരു എൻ്റെ ലൈഫിലെ ഹാപ്പിയസ്റ്റ് ഡേ ആണ്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഒരു മൂവി ചെയ്തു. അതിൻ്റെ ട്രെയിലർ ലോഞ്ച് ആയിരുന്നു ലുലുമോൾ വെച്ച്. അത് കാരണമാണ് ലേറ്റ് ആയത്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര എനിക്ക് അഭിമാനം തോന്നുന്നു ഇവിടെ നിൽക്കുമ്പം. കാരണം നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഭക്ഷണം, വെള്ളം, ഷെൽട്ടർ. അത് എല്ലാവരുടെയും ഒരു നെസസിറ്റിയാണ്. അപ്പം അത് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുന്നോ അത് വലിയൊരു എന്താ പറയുക, പുണ്യപ്രവൃത്തി എന്ന് പറയണോ മനുഷ്യത്വം എന്ന് പറയണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് വലിയൊരു കാര്യമാണ്. അതിൻ്റെ ഒരു പാർട്ട് ആവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ ചേട്ടനോട് പറഞ്ഞിരുന്നു നമുക്കൊരു സാരി വാങ്ങണം. ഇവിടെ പറഞ്ഞിരുന്നു, ചേട്ടൻ പറഞ്ഞു ഗോപികയ്ക്ക് ഒരുപാട് സാരികൾ വാങ്ങാൻ ഈ ഒരു പദ്ധതിയിലൂടെ ഉദ്ദേശമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും ഹെൽപ്പ് ആവാണെങ്കിൽ അത് വലിയ കാര്യമല്ലേ. സോ എന്തായാലും ഞങ്ങളോട് ഇത്രയും കൃത്യമായിട്ട് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് GP ആണ്. അപ്പോൾ GPനെ കൂടെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ഏറ്റവും സ്നേഹത്തോട് കൂടെ തന്നെ വൺസ് അഗൈൻ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം GP ചേട്ടൻ ഓൺ സ്റ്റേജ്. ഏറ്റവും സ്നേഹത്തോട് കൂടെ തന്നെ ക്ഷണിക്കുകയാണ്. അതേ ഇവിടെ പറഞ്ഞു വരാൻ പറ്റാത്തതിൽ ഒരുപാട് സങ്കടമുണ്ട്, ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗോപികയുടെ ലൈഫിൽ ഇന്നത്തെ 2 പ്രധാനപ്പെട്ട സന്തോഷമുള്ളൊരു ദിവസമാണ്. ഒരു സിനിമ വരുന്നു, ഒപ്പം ഈ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാകുന്നു. പറഞ്ഞോളൂ, ഇനി പറഞ്ഞോളൂ. സോ അഗെയിൻ നമുക്ക് രണ്ടുപേർക്കും ഇതിൻ്റെ ഭാഗമാവാൻ പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൻ്റെ ഫേസ് ആവാൻ പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. ഈ ഒരു പദ്ധതി എത്രയും ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. ആസ് ബ്രാൻഡ് അംബാസിഡേഴ്സ് ആളുകൾ അറിയേണ്ട ഒരു കാര്യമാണ്, ആളുകളിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രം വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യമല്ല, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ശ്രമിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ മുമ്പിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. എന്തായാലും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാവാൻ ഞങ്ങളെ ഓർത്ത് ക്ഷണിച്ച് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആക്കിയതിൽ ഒരിക്കൽ കൂടെ ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, നല്ലൊരു കൈയടി ഉണ്ടാവും എല്ലാവരും കൂടെ ചേർന്ന്. ഒരുപാട് സന്തോഷമാണ്. ആൻഡ് ഈ ഒരു പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്നത് അതുകൊണ്ട് തന്നെ 1-2 ഒരാട് ഒരുപാട് സാരികൾ അവിടെ നിന്ന് വാങ്ങി തിരിച്ചു പോകും. ജീവിതം ഞങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. ആൻഡ് ഞങ്ങളുടെ കൂടെ ഇനിയും തുടർന്ന് ഒരുപാട് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ജീവിതത്തിലെ എനിക്ക് അങ്ങനെ അന്യരൊന്നുമല്ല, ഇരിക്കുന്ന എല്ലാവർക്കും എന്നെ അറിയാവുന്ന ബാധക്കായാലും ഇവരായാലും എല്ലാവർക്കും അവിടെ വന്നിട്ട് ഇത്രയും ബിൽഡപ്പ് ഒന്നും വേണ്ട. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഒരു വലിയ സന്തോഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. വലിയൊരു സന്തോഷത്തിലാണ്. പുതിയ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ആയിരുന്നു ലുലുവിൽ. വലിയൊരു ക്രൗഡിനിടയിൽ ഞാനും ഗോപിക്ക് ഓടി ഇറങ്ങി. കാരണം എൻ്റെ അടുത്ത സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ബാധിക്കാൻ ഇതിൻ്റെ പേരിൽ അങ്ങനെ അഡ്വാൻസ് തരായിരുന്ന ഞാൻ ഓടി വരും. ബാധിക്കവിടെ ഞാനെത്തി. അപ്പം ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി എൻ്റെ അടുത്തൊരു ഒരാഴ്ച മുന്നെയാണ് ബാധിക്കയും അശ്വതിയും ഇവരെല്ലാം പറയുന്നത്. കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു നന്മയുള്ള പദ്ധതി. തീർച്ചയായിട്ടും എൻ്റെ ഭാഗമായി ഞാനും ഉണ്ട്. എനിക്ക് സാരി വാങ്ങിക്കാനായിട്ട് വീട്ടിൽ കുറേ സ്ത്രീജനങ്ങളുണ്ട്. അത് വളർന്നു വരുന്ന 2 പെൺപിള്ളേരും ഉണ്ട്. ബാക്കി അവർ സാരി എടുത്ത് തുടങ്ങിയിട്ടില്ല. പക്ഷേ എന്തായാലും തീർച്ചയായിട്ടും ഞാനതിൻ്റെ ഭാഗമായിരിക്കും. ഒപ്പം തന്നെ ഇതുവഴി കുറേ ആളുകൾക്ക് സ്ഥലം കിട്ടുക, അല്ലെങ്കിൽ വീട് വെക്കാൻ പറ്റുക, അല്ല അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുവാണെങ്കിൽ അതിൻ്റെ നന്മ ഈ ചെയ്യുന്ന ഇവർക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒരു വലിയ വിജയമായിരിക്കും തീർച്ചയായിട്ടും. പിന്നെ ഇതിൻ്റെ മുഖമുദ്രയായി കണ്ട എൻ്റെ GPയും ഗോപിയും, കാരണം നല്ല മനസ്സുള്ളവരാണ് എന്നും നല്ലത് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതിനൊപ്പം കൂടിയേക്കുന്ന എല്ലാവരും നല്ല മനസ്സുള്ളവരാണ്. അപ്പം അങ്ങനെ ഒരു വലിയ വിജയമാവട്ടെ. പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട സാഹിച്ചേട്ടൻ ഇരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ലൈഫിൽ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചൊരു മനുഷ്യനാണ് സാഹിച്ചേട്ടൻ. എനിക്ക് സാഹിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് സാഹിച്ചേട്ടൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. പക്ഷെ ഒരുപാട് വേദികൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു നടനാണ്. എൻ്റെ ഒരു സിനിമയിൽ എനിക്ക് ഇതുവരെ സാഹിച്ചേട്ടനെ വിളിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഒരാഗ്രഹം പറയുകയാണ് സാഹിച്ചേട്ടൻ, എനിക്ക്
ആ പഴയ സായിച്ചേട്ടനെ ഒരു മാസ് വില്ലൻ ക്യാരക്ടറായിട്ട് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് ഞാൻ ഉടനെ സായിച്ചേട്ടൻ്റെ അടുത്തോടെ വരും. ഒരു വലിയൊരു ആഗ്രഹമാണ്. അപ്പം ഇതിലേക്ക് ക്ഷണിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി. പിന്നെ ഇവിടെ ഈ മീഡിയക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവരമ്മ ഇങ്ങനെ രണ്ടിടത്തും വന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം എന്തായാലും കൊച്ചി നടക്കുന്ന എല്ലാ പരിപാടികൾക്കും ഒരു വലിയ സപ്പോർട്ട് കൊടുക്കുന്ന മീഡിയാസിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങളോടും നന്ദി പറയുന്നു. അപ്പോൾ ഇവിടുത്തെ എല്ലാവരോടും നല്ല വിശപ്പുണ്ട്. കാരണം ഇനി 10 മണിക്ക് ഞങ്ങളുടെ ഒരു ക്രിക്കറ്റ് കളിയുണ്ട് ഈ സുമതിയോളം ടീമിൻ്റെ വക. അപ്പം അതും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങുകയാണ്. ഇപ്പം ബാധക ആവശ്യത്തിന് ഞാൻ തള്ളിയിട്ടുണ്ട് പോലെ ബാധകയെ പറ്റി പറയണം കേട്ടോ. അതുകൊണ്ട് പുള്ളിക്കില്ലാത്ത എന്താ പരിപാടി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കാരണം കോവിഡ് സമയം മുതൽ ഈ മനുഷ്യനെ നമ്മൾ മലയാളികൾ കൂടുതൽ അടുത്ത് അറിയാൻ തുടങ്ങിയാണ്. കാരണം എനിക്ക് ആ സമയത്ത് ഓർമ്മയുണ്ട് ബാധക വിളിച്ചേടാ ഒരു 10 സ്ഥലത്തേക്ക് ഫുഡിൻ്റെ കാര്യമുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം നമുക്ക് ചെയ്യാൻ തോന്നും. കാരണം അങ്ങനെയൊക്കെ ചെയ്യാനുള്ള മനസ്സ് വളരെ കുറച്ചുമൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നേ നിൽക്കുന്നതിന് ബാധക, അതുപോലെ അശ്വതി, നിങ്ങളെല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഞാനുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. പറ്റിയുള്ളൊരു സംശയമായിരുന്നു. നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, അത് ഓൾറെഡി ഇവർ വട്ടം കയറി നിൽക്കുകയാണ്. ഇത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ ഏത് ടെക്സ്റ്റൈൽസിൽ പോയി ചോദിച്ചാലും അതിൻ്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിൽ നിന്ന് എന്തോരം വ്യത്യാസപ്പെടുകയാണ് നമ്മളിത് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഏകദേശം നമ്മളൊരു 2 ലക്ഷത്തോളം സാരി വിൽക്കാൻ ഉദ്ദേശിച്ചാണ് ഈ പദ്ധതി തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾ വെക്കുന്ന ഓരോ സാരി, നിങ്ങൾ വാങ്ങുന്ന ഓരോ സാരിയും, അല്ലെങ്കിൽ ഈ ഓണമാണ് വരുന്നത്, ഓണത്തിന് വാങ്ങുന്ന ഒരു ഓണക്കോടി ഒരു മനുഷ്യന് തലചായ്ക്കാനുള്ള ഒരു ഇടമായി മാറുന്ന ഒരു പദ്ധതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇതൊന്ന് കൃത്യമായി മനസ്സിലാക്കണം.